വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. അപ്പം നമ്മൾ ഫിസിക്സിന്റെ അടുത്ത ഒരു പോർഷനിലേക്കാണ്. ലൈറ്റിന്റെ തന്നെ ഇൻട്രോ സെഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. നമ്മൾ ആ ഒരു സിലബസിലുള്ള ലൈറ്റ് എന്നുള്ള ആ ഒരു പോർഷനിലെ എല്ലാ പാർട്ടും നമ്മൾ ഇന്ന് ഈ ഒരു സെഷനോട് കൂടി കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ അത് കണ്ടിട്ട് വേണം ഈ ഒരു ക്ലാസ്സിലേക്ക് വരാൻ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചേ? വേവ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. വേവിനെ കുറിച്ച് ഉള്ള കോമ്പൗണ്ട്സ്, വേവിന്റെ കമ്പോണൻസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതിനുശേഷം പിന്നെ ലൈറ്റിന്റെ കുറച്ച് ഫാക്ട്സുകൾ നോക്കിപ്പോയി. പിന്നെ ലേസർ, റഡാർ, മേസർ അതുപോലത്തെ ടേംസ് ഒക്കെ എന്താണെന്ന് നോക്കിയിരുന്നു. പിന്നെ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പം ഇന്ന് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഒരു അറേഞ്ച്മെന്റ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം വൈദ്യുതകാന്തിക സ്പെക്ട്രം നമ്മുടെ സിലബസിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഒരു അറേഞ്ച്മെന്റ് ആണ്. ഇനി എന്തിന്റെ അറേഞ്ച്മെന്റ് ആണ്, ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതായത് നമ്മൾ വേവ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലെ. അപ്പം തരംഗം അല്ലെ. ഈ തരംഗങ്ങൾ തന്നെ പല തരത്തിലുണ്ട്, പല ടൈപ്സ് ഉണ്ട്. നമ്മൾ രണ്ട് ടൈപ്പ് പറഞ്ഞു, ട്രാൻസ്വേഴ്സ്, ലോഞ്ചിറ്റ്യൂഡിനൽ. അതിൽ തന്നെ നമ്മളെ ഓരോരോ എക്സാമ്പിൾ ലൈറ്റും സൗണ്ടും ഒക്കെ പറഞ്ഞു പോയിരുന്നു. ഇതേപോലെ തന്നെ റേഡിയോ വേവ് ഉണ്ട്, പിന്നെ എക്സ്റേസ് ഉണ്ട്, IR ഉണ്ട്. IR എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് റേസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ലൈറ്റിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. അപ്പൊ ഈ വേവ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഏതൊക്കെ വേവ്സ് ആണ് ഉള്ളത്, ഇനി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതാണ് അടുത്തത് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടേം ഉണ്ട്. ഒന്ന് വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യം, അതാണ് വേവ് ലെങ്ത്. എന്തായിരുന്നു വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ? ക്രസ്റ്റ് ഓർമ്മയുണ്ടല്ലോ. അതായത് ഒരു വേവ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലത്തെ ടോപ്പ് മോസ്റ്റ് പോയിന്റിനെയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. രണ്ട് അടുത്തടുത്തുള്ള ക്രസ്റ്റുകൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ രണ്ട് അടുത്തടുത്തുള്ള ട്രഫുകൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് തരംഗ ദൈർഘ്യം അഥവാ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ട്രഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴത്തെ ആ പോയിന്റ്. അപ്പൊ അതാണ് തരംഗ ദൈർഘ്യം. അടുത്തത് ആവൃത്തി അഥവാ ഫ്രീക്വൻസി. ഇനി ഇവർ തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഫ്രീക്വൻസി എന്തായിരുന്നു? ഒരു സെക്കൻഡില് എത്ര ഓസിലേഷൻസ് നടക്കുന്നു അതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആവൃത്തി. അപ്പൊ ഈ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഇവര് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഞാൻ പലതവണ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണലിന്റെ ആ ഒരു റിലേഷൻ എങ്ങനെയായിരിക്കും വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം. ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് മറ്റൊരു ക്വാണ്ടിറ്റി കുറഞ്ഞു വരുന്നു. അപ്പം ഇവിടെ ഇപ്പൊ വേവ് ലെങ്ത് കൂടുകയാണെങ്കിൽ ഫ്രീക്വൻസി കുറയുന്നു. അപ്പൊ അതാണ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ ഈ വേവ് ലെങ്ത്തിന്റെ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് കൂടുന്നതോ കുറയുന്നതോ, അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വേവ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് ക്ലിയർ അല്ല. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞൊരു ഗൂഗിൾ ഇമേജ് എടുക്കണം, എന്നിട്ട് വേണം ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് നോക്കാൻ. ഇനി നമ്മൾ ഇതിപ്പോ ഓരോരോ വേവിന്റെ ഒരു ഓർഡർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓരോരോ വേവിനെ നമ്മൾ എടുത്ത് പഠിക്കുന്നുണ്ട്. നമ്മുടെ സിലബസിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള IR റേസ് ഉണ്ട്, എക്സ്റേസ് ഉണ്ട്, UV റേസ് ഉണ്ട്. അപ്പൊ അത് കൂടാണ്ട് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വരുന്ന എല്ലാ വേവിനെയും നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പൊ നോക്കിക്കേ, ആദ്യത്തെ ഇത് റേഡിയോ വേവ് ആണ്. അടുത്തത് മൈക്രോവേവ് ആണ്. നമ്മൾ റേഡിയോ വേവ് റഡാർ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൈക്രോവേവ് മേസർ പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഇൻഫ്രാറെഡ് ആണ്. ഇൻഫ്രാറെഡ് എന്ന് അതിനെയാണ് നമ്മൾ IR റേസ് എന്ന് പറയുന്നത്, ഇൻഫ്രാറെഡ് റേസ്. ഇനി ഇത് വിസിബിൾ ലൈറ്റ് ആണ്, വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ വിസിബിൾ റേ. ഇനി ഇത് UV, ഇത് എക്സ്റേ, അടുത്തത് ഗാമാ റേ. അപ്പൊ ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ആദ്യത്തെ വേവിലേക്ക് പോകാം. റേഡിയോ തരംഗങ്ങൾ അഥവാ റേഡിയോ വേവ്സ്. എന്താ പ്രത്യേകത? ഹൈയസ്റ്റ് വേവ് ലെങ്ത് ആണ്. ഓക്കെ, അപ്പം ഇവിടെ വേവ് ലെങ്ത് നോക്കിക്കേ. വേവ് ലെങ്ത് കണ്ടോ? ഈ വേവ് ലെങ്ത് ബാക്കിൽ ഒരു ഫിഗർ കണ്ടായിരുന്നോ?
നോക്കിക്കേ, ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് കുറഞ്ഞു 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 കുറഞ്ഞ് പിന്നെ ഒന്നും ഇല്ലാണ്ടാവുന്നു അല്ലേ? മനസ്സിലായില്ലേ? വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ക്രസ്റ്റുകൾ അല്ലെങ്കിൽ രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് നോക്കിക്കേ, വളരെ വലുതാണ് അല്ലേ? അപ്പം റേഡിയോ വേവിനാണ് ഏറ്റവും വേവ് ലെങ്ത് കൂടുതലായിട്ടുള്ള തരംഗം. ഇനി അടുത്തത് വരുന്നതാണ് മൈക്രോവേവ്. അപ്പം റേഡിയോ വേവ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് വേവ് ലെങ്ത് ആണ് ആദ്യത്തെ പോയിന്റ്. പിന്നീട് നമ്മൾ പറഞ്ഞ എന്താ? വേവ് ലെങ്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ് അല്ലേ? ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും 1/, ഇട്ടാണ് എഴുതുന്നത്. അപ്പം ഹയസ്റ്റ് വേവ് ലെങ്ത് ആകുമ്പോൾ എന്താണ്? ലോവസ്റ്റ് ഫ്രീക്വൻസി ആകും. ഫ്രീക്വൻസിയുടെ അതേ ഫ്രീക്വൻസിയും എനർജിയും ഒരേപോലെ തന്നെ ആയിരിക്കും വേരി ചെയ്യുന്നത്. അപ്പം ഫ്രീക്വൻസി ഏറ്റവും കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി കുറയുന്നു. അതാണ് അടുത്ത പോയിന്റ്. അപ്പൊ ഹയസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് റേഡിയോ വേവിനാണ്, ലോവസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നതും റേഡിയോ വേവിനാണ്. ഇനി യൂസ്ഡ് ഇൻ റേഡിയോ ആൻഡ് TV, അതുകൊണ്ടാണ് റേഡിയോ വേവ് എന്ന് തന്നെ പറയുന്നത്. അതിൽ നിന്നാണ് റേഡിയോ വേവ് എന്ന് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് മാർക്കോണി. മാർക്കോണി ആരായിരുന്നു? ഇൻവെന്റഡ് റേഡിയോ. ജസ്റ്റ് ചെറുപ്പം തൊട്ടേ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, പറഞ്ഞു പോയിന്നേ ഉള്ളൂ. അപ്പൊ റേഡിയോ തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് വേവ് ലെങ്ത് ആണ്, ലോവസ്റ്റ് ഫ്രീക്വൻസി ആണ്. അടുത്തത് മൈക്രോ വേവ് ആണ്. മൈക്രോ വേവ് നമ്മൾ രണ്ടാമത് പറയുന്ന തരംഗമാണ് മൈക്രോ വേവ്. ഇതിനെന്താ? റേഡിയോ വേവിനെക്കാട്ടിലും തരംഗ ദൈർഘ്യം കുറച്ചുകൂടെ കുറയുന്നു, അതായത് വേവ് ലെങ്ത് കുറച്ചുകൂടെ കുറയുന്നു. ഇനി എവിടെയാണ് യൂസ് ചെയ്യുന്നത് നോക്കിക്കേ, ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് മൈക്രോവേവിനെ കുറിച്ച് പറയുമ്പോൾ. ഒന്ന് നമുക്കറിയാം, മൈക്രോവേവ് ഓവൻ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? അവിടെ യൂസ് ചെയ്യുന്ന വേവ് എന്ന് പറയുന്നത് മൈക്രോവേവ് ആണ്. പിന്നെ അതായത് കുക്കിംഗ് ആണ്. പിന്നെ മൊബൈൽ ഫോൺസിലുള്ളത് മൈക്രോവേവ് ആണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ്, ആശയവിനിമയത്തിനായിട്ടുള്ള ഉപഗ്രഹങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് മൈക്രോവേവ് ആണ്. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത് മൈക്രോവേവ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് രണ്ടാമത്തെ ടൈപ്പ് തരംഗം. ഇനി ഇവിടെ തൊട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്, സിലബസിൽ പ്രത്യേകം എടുത്തു പറയുന്നതാണ് IR റേസ്, അതായത് ഇൻഫ്രാറെഡ് റേസ്. ഇനി യൂസ്ഡ് ഇൻ നൈറ്റ് വിഷൻ ക്യാമറ, അതായത് രാത്രിയില് ഡാർക്ക്നെസ്സിൽ യൂസ് ചെയ്യുന്ന ക്യാമറ ഉണ്ടാവും. അപ്പൊ അതില് യൂസ് ചെയ്തിരിക്കുന്നത് ഈ IR റേസ് ആണ്. പിന്നെ സൺലൈറ്റിന്റെ ഹീറ്റ്, സൺലൈറ്റിന്റെ ചൂട്, താപം എന്ന് പറയുന്നത് IR റേസ് കാരണമാണ്. പിന്നെ TV റിമോട്ടില്, നമ്മൾ TV റേഡിയോ ട്രാൻസ്മിഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന റേഡിയോ വേവ് ആണെങ്കിലും TV റിമോട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് IR റേസ് ആണ്. പിന്നെ ഡിസ്റ്റൻസ് ഫോട്ടോഗ്രാഫി, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഏറ്റവും ഇമ്പോർട്ടന്റ് ഇവിടെ ഉള്ളത് നൈറ്റ് വിഷൻ ക്യാമറയാണ്, പിന്നെ സൺലൈറ്റ്. ഇത് രണ്ടുമാണ് ഏറ്റവും നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നൈറ്റ് വിഷൻ ക്യാമറയിലും സൺലൈറ്റിന്റെ ഹീറ്റും, ഇതാണ് IR റേസ്, ഇൻഫ്രാറെഡ്. അടുത്തത് ഇത് കാണാവുന്ന പ്രകാശം, അതായത് വിസിബിൾ റേ ആണ്. വിസിബിൾ റേ, ഇതിനെയൊന്നും നമ്മൾ കാണാവുന്ന പ്രകാശം എന്നൊന്നും ചോദിക്കില്ല. റേ അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് അങ്ങനെ തന്നെ ആയിരിക്കും. മലയാളത്തില് ജസ്റ്റ് ആ ലെറ്റേഴ്സ് മാത്രം വരുമെങ്കിലും വിസിബിൾ ലൈറ്റ് എന്ന് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ഇനി വിസിബിൾ ലൈറ്റിന്റെ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എടുത്തു കഴിയുമ്പോൾ നോക്കിക്കേ, വിസിബിൾ ലൈറ്റിൽ കുറച്ച് കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഈ കളേഴ്സിന്റെ പ്രത്യേകത എന്താ? നമ്മൾ വിബ്ജിയോർ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? റെയിൻബോ പഠിക്കുമ്പോൾ വിബ്ജിയോർ എന്ന് പറയാറുണ്ട്. അപ്പൊ ആ ഓർഡറിനെയാണ് നമ്മൾ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഓർഡർ എന്നല്ല, ആ ലൈറ്റ് എല്ലാം കൂടെ, ആ ഒരു കളേഴ്സ് എല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ വിസിബിൾ ലൈറ്റ്. ഇനി ഇവരുടെ വേവ് ലെങ്ത്തിന്റെ ഒരു റേഞ്ച് ഉണ്ട്, 400 നാനോമീറ്റർ ടു 700 നാനോമീറ്റർ. NM എന്ന് പറഞ്ഞാൽ നാനോമീറ്റർ. നാനോമീറ്റർ അതായത് 10⁻⁹ ആണ് നാനോമീറ്റർ. ഓക്കെ, അപ്പം 10⁻⁻⁹ ആണ് നാനോമീറ്റർ. ഓക്കെ, ഇനി നോക്കിക്കേ, അപ്പൊ 400 നാനോമീറ്റർ ടു 700 നാനോമീറ്റർ ആണ് എന്ത്? വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ഇവിടെ വിബ്ജിയോർ, ഇവിടെ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, അങ്ങനെയാണ് ഓർഡർ വരുന്നത്. പക്ഷെ വിബ്ജിയോർ എന്ന് പറഞ്ഞാലും ഏറ്റവും ടോപ്പ് മോസ്റ്റ്, അതായത് ഇപ്പം റെയിൻബോ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഉണ്ടാവുന്ന ലൈറ്റ് എന്ന് പറയുന്നത് റെഡ് ആയിരിക്കും. ഏറ്റവും താഴെയാണ് വയലറ്റ് വരുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഏറ്റവും മുകളിൽ വരുന്നതെന്ന് ചോദിച്ചാൽ മാക്സിമം വേവ് ലെങ്ത് റെഡിനാണ്. ഓക്കെ, മാക്സിമം വേവ് ലെങ്ത് റെഡിനും മിനിമം വേവ് ലെങ്ത് ആണ് വയലറ്റിനും. ഓക്കെ,
അടുത്തത് ബ്ലാക്ക് വൈറ്റ്. ബ്ലാക്ക് കളറിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ കളേഴ്സിനെയും അല്ലെങ്കിൽ ചൂടിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്ന കളറാണ് ബ്ലാക്ക്. അതുകൊണ്ടാണ് നമ്മൾ സമ്മർ സീസണിൽ ബ്ലാക്ക് ഡ്രസ്സ് അല്ലെങ്കിൽ ഡാർക്ക് കളേർഡ് ഡ്രസ്സ് ഇട്ടുണ്ട് ഇറങ്ങരുത് എന്ന് പറയുന്നത്. കാരണം ചൂടിനെ അബ്സോർബ് ചെയ്യുന്നു. അപ്പൊ വൈറ്റിന്റെ പ്രത്യേകത എന്താ? എല്ലാ കളേഴ്സിനെ അല്ലെങ്കിൽ ഹീറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നതാണ് വൈറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ വിസിബിൾ റേ അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് എന്നുള്ള ആ ഒരു പോർഷനിൽ പഠിക്കാനുള്ളത്. ഇതിന്റെ കീഴിൽ തന്നെ വരുന്നതാണ് റെയിൻബോ അല്ലെങ്കിൽ മഴവില്ല് എന്നുള്ളത്. ആ ഒരു പോർഷൻ നമ്മൾ അടുത്ത ഭാഗത്തിലാണ് പഠിക്കുന്നത്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഈ വേവ്സിനെ കുറിച്ചെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്ത സെഷനിൽ നമ്മൾ പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ ഫിനോമിന എന്നുള്ള ഒരു പോർഷൻ പഠിക്കും. അതിലാണ് നമ്മൾ റെയിൻബോയെ കുറിച്ച് പഠിക്കുന്നത്. അടുത്തത് പറയുന്നത് യു വി റേസ് ആണ്. യു വി എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് റേസ്. ഓക്കെ, നോക്കിക്കേ, ഈ പേരെങ്ങനെയാ വരുന്നത്? നമ്മുടെ വിസിബിൾ റേയുടെ ഏറ്റവും മുകളിലാണ് റെഡ് വരുന്നത് അല്ലേ? മാക്സിമം വേവ് ലെങ്ത് ആണ് റെഡ് എന്ന് പറഞ്ഞു. അപ്പൊ റെഡിന്റെ കുറച്ചുകൂടെ വേവ് ലെങ്ത് കൂടിയതായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇൻഫ്രാ റെഡ് എന്ന് IR റേസിനെ വിളിക്കുന്നത്. മനസ്സിലായോ? ഇനി വയലറ്റിന് ശേഷമാണ്, അതായത് മിനിമം വേവ് ലെങ്ത് ആണ് വയലറ്റിന് വരുന്നത്. ഈ വയലറ്റിനെക്കാട്ടിലും വേവ് ലെങ്ത് കുറവായതുകൊണ്ടാണ് നമ്മളിവിടെ അൾട്രാ വയലറ്റ് എന്ന് UV റേസിനെ വിളിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് ഈ പേര് വന്നത്. ഈ പേര് ഇങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ആ ഒരു ഓർഡറും ഓർത്തിരിക്കാൻ സാധിക്കും. ഇനി അൾട്രാ വയലറ്റിന്റെ പ്രത്യേകത സൂര്യതാപം, അതായത് സൺബേണിന് കാരണമാകുന്നത് ഈ UV റേസ് ആണ്. അതായത് നമ്മുടെ മുകൾ ഭാഗം എന്നല്ല, അറ്റ്മോസ്ഫിയർ അല്ലെ? അറ്റ്മോസ്ഫിയർ അറിയാമല്ലോ, ലെയർ ഓഫ് എയർ എന്നൊക്കെയാണ് അറ്റ്മോസ്ഫിയറിനെ പറയുന്നത്. അപ്പൊ ഈ അറ്റ്മോസ്ഫിയറിന്റെ ഒരു പാളിയിൽ ഓസോൺ ലെയർ ഉണ്ട്. ഓക്കെ, ഓസോൺ ലെയർ ഉണ്ട്. ഈ ഓസോൺ ലെയർ എന്ന് പറയുന്നത് O3 മോളിക്യൂൾ ആണ്. അതിന്റെ ഒരു ലെയർ ആണ് ഓസോൺ ലെയർ. ഓക്കെ, അപ്പൊ ഇത് എൻവയൺമെന്റ് അല്ലെങ്കിൽ ബയോളജിയിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഈ ഓസോൺ ലെയറിന്റെ പ്രധാന ദൗത്യം അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് സണ്ണിൽ നിന്ന് അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന ഈ UV റേസിനെ എർത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി തടയുന്നു അല്ലെ? വരാതിരിക്കാൻ വേണ്ടി നോക്കുന്നത് ഈ ഓസോൺ ലെയർ ആണ്. വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? സൺബേൺ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഇൻഫെക്ഷൻ, അങ്ങനത്തെ സ്കിൻ ഡിസീസിനൊക്കെ കാരണമാകുന്ന ഒന്നാണ് ഈ UV റേസ് എന്ന് പറയുന്നത്. അപ്പം UV റേസ് എന്ന് പറയുന്നത് കുറച്ച് ഹാംഫുൾ ആയിട്ടുള്ള റേ ആണ്. ഓക്കെ, ഇനി എന്താണ് എന്നിട്ട് ഈ ഓസോൺ ലെയറിന് എന്താ പറ്റിയത്? സുഷിരങ്ങൾ ഉണ്ടായി അല്ലെ? CFC, അതായത് നമ്മൾ എൻവയൺമെന്റിൽ കൂടുതൽ പഠിക്കുന്നതാണ്. CFC, ക്ലോറോ ഫ്ലോറോ കാർബൺ പോലെയുള്ള വാതകങ്ങൾ കാരണം ഈ ഓസോൺ ലെയർ ഡിപ്ലീഷൻ അല്ലെങ്കിൽ സുഷിരങ്ങൾ ഉണ്ടായി. അതുവഴി ഈ UV റേസ് ഭൂമിയിലേക്ക് എത്തുകയും മനുഷ്യരെ അല്ലെങ്കിൽ മനുഷ്യരെ മാത്രമല്ല എല്ലാ ഓർഗാനിസത്തിനെ അത് നെഗറ്റീവ്ലി ബാധിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതാണ് UV റേസ് എന്ന് പറയുന്നത്. ഇനി ട്യൂബ് ലൈറ്റിലുള്ള ആ ലൈറ്റ് റേസ് എന്ന് പറയുന്നത് UV ആണ്. പിന്നെ വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റത്തിൽ UV റേസ് യൂസ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഹാംഫുൾ ആയിട്ടുള്ള റേസ് ആണ്. അതുകൊണ്ട് ഈ മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് UV റേസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഈ വാട്ടർ പ്യൂരിഫിക്കേഷന്റെ ഒക്കെ ആഡിൽ നോക്കുകയാണെങ്കിൽ UV റേസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കാം. ഓക്കെ, സോ അതാണ് UV റേസ്, അൾട്രാ വയലറ്റ് റേസ്. അടുത്തത് എക്സ്റേ. എക്സ്റേ നമുക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഒന്നാണ് അല്ലേ? നമ്മൾ ഹോസ്പിറ്റലിൽ നല്ല ഒരു ഇഞ്ചുറി ഒക്കെ ആയിട്ട് പോയി, ഇഞ്ചുറി അല്ലെങ്കിൽ ഇപ്പൊ ഒന്ന് വീണ ഉടനെ ഓർത്തോയിൽ ചെന്ന് കാണിക്കുമ്പോൾ എന്താ പറയാ? ഒന്ന് എക്സ്റേ എടുക്കണം അല്ലെ? പൊട്ടലുണ്ടോ എന്ന് നോക്കണം അല്ലെ? അപ്പൊ അതാണ് എക്സ്റേ. അത് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പം എക്സ്റേയുടെ പ്രധാന ഫങ്ഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? മെഡിക്കൽ ഫീൽഡിലാണ്. പിന്നീട് ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടുപിടിച്ചത് ആരാണ്? റോജൻറ്റൻ ആണ്. എക്സ്റേ കണ്ടുപിടിച്ച ആ സയന്റിസ്റ്റ് എന്ന് പറയുന്നത് റോജൻ ആണ്. ഓക്കെ, അടുത്ത പെനിട്രേറ്റിംഗ് പവർ ഉണ്ട് അല്ലെ? അതുകൊണ്ടാണ് ശരീരത്തിലേക്കൊക്കെ ആഴ്ന്നിറങ്ങി നമ്മുടെ ആ ഇന്റേണൽ ഇമേജ് അല്ലെ, ഇന്റേണൽ ഓർഗൻസിന്റെ ഇമേജ് ഒക്കെ നമുക്ക് തരുന്നത് ഈ എക്സ്റേ ആണ് അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ആ പെനിട്രേറ്റിംഗ് പവർ എന്ന് പറഞ്ഞാൽ ആഴ്ന്നിറങ്ങാനുള്ള ആ ഒരു കഴിവ്.
ഇനി സോഫ്റ്റ് എക്സ്റേസ് ആണ് നമ്മുടെ ചെസ്റ്റ് അല്ലെങ്കിൽ ബോണിന്റെ ഒക്കെ എക്സ്റേ എടുക്കുന്നത്. ആ സോഫ്റ്റ് എക്സ്റേസ് എന്നാണ് ഇനി പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു പോയിന്റ് ഉള്ളത്, നമ്മൾ എക്സ്റേ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും മെറ്റലിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടി പറയും. എന്തുകൊണ്ടാണ്? ഈ മെറ്റലിൽ കൂടെയും എക്സ്റേ കടക്കും. ഓക്കെ, ഏത് മെറ്റൽ ആണെങ്കിലും എക്സ്റേക്ക് അതിലൂടെ കടക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ ഒരു മെറ്റലിലൂടെ എക്സ്റേക്ക് പോകാനാവില്ല, അത് ലെഡ് ആണ്. ഈയത്തിലൂടെ കടക്കാൻ എക്സ്റേക്ക് സാധിക്കില്ല. അതൊരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ എക്സ്റേയെ കുറിച്ച് പറയുമ്പോൾ റോജൻ ആണ് കണ്ടുപിടിച്ച സയന്റിസ്റ്റ്. പിന്നെ ക്യാൻസർ ട്രീറ്റ്മെന്റ് മെഡിക്കൽ ഫീൽഡിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പെനിട്രേറ്റിംഗ് പവർ ഭയങ്കര കൂടുതലാണ്. സോഫ്റ്റ് എക്സ്റേ എന്നാണ് നമ്മുടെ ബോണും അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസിന്റെ ഒക്കെ എക്സ്റേ എടുക്കുന്ന അതിനെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ EM അഥവാ ലെഡിലൂടെ എക്സ്റേക്ക് കടക്കാൻ സാധിക്കില്ല. അതാണ് എക്സ്റേ. ഇനി നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ അവസാനത്തെ റേ ആണ് ഗാമ റേസ്. ഗാമ റേസ് നോക്കിക്കേ, എന്താ പ്രത്യേകത? ലോവസ്റ്റ് വേവ് ലെങ്ത്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഹയസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് റേഡിയോ വേവ് ആണ്. അത് കുറഞ്ഞ് ഏറ്റവും അറ്റത്തുള്ള ഗാമ റേയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതാണ് ലോവസ്റ്റ് വേവ് ലെങ്ത്. അപ്പൊ വേവ് ലെങ്ത് കുറയുമ്പോൾ എന്താണ്? സ്വാഭാവികമായിട്ടും ഫ്രീക്വൻസി കൂടും. അപ്പൊ ഹയസ്റ്റ് എനർജി ആൻഡ് ഫ്രീക്വൻസി. ഇനി സിമിലാരിറ്റീസ് വിത്ത് എക്സ്റേ. കാരണം എന്താണ്? എക്സ്റേ ആണ് തൊട്ടിപ്പുറത്തുള്ളത്. അതിന്റെ വേവ് ലെങ്ത്തിൽ നിന്ന് കുറച്ച് ഡീവിയേഷൻ മാത്രമേ ഉള്ളൂ ഗാമ റേക്കുള്ളത്. അപ്പം ഇവരുടെ രണ്ടുപേരുടെയും സ്വഭാവം ഏകദേശം ഒരുപോലെ ആയിരിക്കും. ഇനി ഇതേപോലെ തന്നെ എക്സ്റേയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ക്യാൻസർ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആണവ സ്ഫോടനം, അതായത് ന്യൂക്ലിയർ എക്സ്പ്ലോഷനിൽ എമിറ്റ് ചെയ്യുന്നത് ഈ ഗാമ റേസ് ആയിരിക്കും. ഗാമ റേസ് എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് പ്രോപ്പർട്ടി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ എക്സ്പ്ലോഷനിലൊക്കെ എമിറ്റ് ചെയ്യുന്ന റേ ഏതാണെന്ന് ചോദിച്ചാൽ ഗാമ റേസ് ആയിരിക്കും. ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്ന ആ ഒരു പോർഷൻ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ പഠിച്ചത്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്താണെന്ന് പഠിച്ചു, വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള ആ ഒരു ബന്ധം പഠിച്ചു അല്ലെ. പിന്നെ വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ള വേവ് ഏതാണ്, ഏറ്റവും കുറവുള്ളത് ഏതാണ്, ഏത് ഓർഡറിലാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഓരോ വേവ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞത് റേഡിയോ വേവ് ആണ് അല്ലെ. റേഡിയോ വേവിന്റെ വേവ് ലെങ്ത് ഏറ്റവും കൂടുതലാണെന്ന് പറഞ്ഞ് ബാക്കിലത്തെ ഒരു ഇമേജ് ഒക്കെ ഞാൻ വരച്ച് കാണിച്ചിരുന്നു. പിന്നെ അടുത്തത് വരുന്നത് മൈക്രോവേവ് ആണ് അല്ലെ. പിന്നീട് വരുന്നത് ഇൻഫ്രാറെഡ് അല്ലെ. ഇൻഫ്രാറെഡ് ഞാൻ പേര് വെച്ച് ആലോചിക്കണം എന്ന് പറഞ്ഞിരുന്നു. അടുത്തത് എന്താ? റെഡിന് തൊട്ട് മുമ്പായതുകൊണ്ടാണ് ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി വിസിബിൾ ആണ് വരുന്നത്. വിസിബിളിനകത്ത് റെഡിനാണ് ഏറ്റവും വേവ് ലെങ്ത് കൂടുതൽ, മാക്സിമം. പിന്നെ കുറവാണ് വയലറ്റിന്. ഓക്കെ, അപ്പൊ വയലറ്റ് ആണ് ഏറ്റവും അവസാനം വന്നിരിക്കുന്നത്. ഇനി അപ്പൊ തൊട്ടടുത്തത് ആരാ? അൾട്രാ വയലറ്റ് അല്ലെങ്കിൽ UV റേ ആണ് അടുത്തത് വരുന്നത് അല്ലെ. UV റേസ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് എക്സ്റേ, ഏറ്റവും അവസാനം ഗാമ റേ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. വളരെ എളുപ്പമാണ്. എന്താണെന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഈ ഒരു ഓർഡറും ഏകദേശം ഒരു ഓർഡറിന് അതും ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്ന പോർഷൻ. അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങൾ എന്നുള്ള ടോപ്പിക് ആയിരിക്കും എടുക്കുന്നത്. നമസ്കാരം.